എല്ലാം പണമാണ് 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 വലുതെന്ന് കരുതുന്ന ഭോഗതൃഷ്ണയുടെ മരുപ്പറമ്പായി പോയ അത്യാഗ്രഹ ഹൃദയത്തിന്റെ വികാരങ്ങൾ അറിയാൻ കഴിയാത്ത പാവപ്പെട്ട പെണ്ണ് മറുഭാഗത്ത് ഫോൺ കട്ട് ചെയ്തപ്പോ അവള് നേരെ പോയി അനസ്തേഷ്യ കൊടുക്കുന്ന മരുന്ന് ശരീരത്തിലേക്ക് കുത്തിവെച്ച് ഇനി ജീവിക്കണ്ട എന്ന് തീരുമാനിച്ച് ഒരു പാവപ്പെട്ട പിതാവും ഒരു മാതാവും കയ്യാണോ കാലാണോ വളരുന്നതെന്ന് കരുതി പഠിപ്പിച്ച് ഒരു പെൺമക്കൾ ഒരു കുടുംബത്തിന് എത്രത്തോളം പ്രിയപ്പെട്ടതാ. ഈ പ്രസംഗിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ പിതാവാണ്, കബീർ ബാക്കവിയല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളേറെ സ്നേഹിക്കുന്ന വന്ന് നമ്മുടെ കഴുത്തിലേക്ക് കെട്ടിപ്പിടിച്ച് കവിളത്ത് മുത്തം തരുന്ന പെൺമക്കളുടെ ചിരിയും കളിയും ഒക്കെ നമ്മുടെ ഹൃദയത്തിന് എത്ര സമാധാനം തരുന്നടാ. MBBS പഠിച്ച ഷഹന എന്ന ഡോക്ടറുകാരി പെണ്ണ് കൂട്ടുകാരൻ തന്റെ ശരീരത്തിന് വില നിശ്ചയിച്ചപ്പോ, തന്റെ ജീവിതത്തിന് വില നിശ്ചയിച്ചപ്പോ, തന്റെ വൈവാഹിക ജീവിതത്തിന് വില നിശ്ചയിച്ചപ്പോ ഇനി ജീവിക്കണ്ട എന്ന് തീരുമാനിച്ച് ആ പെൺകുട്ടി തീരുമാനിച്ചു ഇനി ജീവിക്കണ്ട എന്ന് തീരുമാനിച്ചിട്ട് അനസ്തേഷ്യ കുത്തിവെച്ച് ആത്മഹത്യ ചെയ്യുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരി, എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി മരിക്കാൻ തീരുമാനിച്ചത്? അതേവരെ വിശ്വസിച്ചവന്റെ വാക്കുമാറിയപ്പോ, തന്നെ ഇതേവരെ കൂടെ പറഞ്ഞ് വിശ്വസിപ്പിച്ചവൻ വാക്കുമാറ്റിയപ്പോ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തുവെങ്കിൽ അത് യഥാർത്ഥത്തിൽ അതിന്റെ പ്രശ്നമേതാ? വാക്കുമാറ്റാത്തൊരു റബ്ബ് നിനക്കില്ലേ? വാക്കുമാറ്റാത്ത ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, വാക്കു പറഞ്ഞാലും മാറ്റാത്ത പടച്ച തമ്പുരാനിൽ ഒരു വിശ്വാസം വേണ്ടേ? കോഴിക്കോട് ജില്ലയിലെ അതേ സമയത്ത് തന്നെ ഒരു പാവപ്പെട്ട പെൺകുട്ടി ഇങ്ങനെ വീട്ടുകാർക്ക് തട്ടാനുള്ളതാണോ പ്രിയപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം? കല്യാണം കഴിച്ച് വീട്ടിലോട്ട് കയറി വരുമ്പോ ഭർത്താവല്ല എന്നും പറയേണ്ട ഭർത്താവിനും അനുവാദമില്ല ഒരു ഭാര്യയുടെ ശരീരത്തിൽ ആക്രമിക്കാൻ. കാരണം എന്താ? കല്യാണ പന്തലിൽ വെച്ച പെൺകുട്ടിയുടെ പിതാവിനോട് നീ ചെയ്ത കരാർ എന്തെന്നറിയോ? ഇതാണ് ഇസ്ലാമിലെ വിവാഹമെന്ന് പറയാ. 4-5 മിനിറ്റ് കൊണ്ട് വിവാഹം കഴിഞ്ഞു. അതിന്റെ തലേ ദിവസം കാണിക്കുന്ന പേക്കൂത്തുകൾ നിക്കാഹുമായി ബന്ധപ്പെട്ടതല്ല. മിഠായി കൊടുക്കലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ തുള്ളിക്കാടിച്ചു ഒന്നും നിക്കാഹല്ല, നിക്കാഹല്ല. ഇസ്ലാമിലെ നിക്കാഹിന്റെ വിവക്ഷേടാ. 2 സാക്ഷികളുടെ സാന്നിധ്യത്തിൽ വെച്ചൊരു ഖുത്ബ ഓതിയിട്ട് വധുവിന്റെ പിതാവ് വരന്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് പറയുന്ന ഒരു വാക്കുണ്ട് കേട്ടോ. അല്ലാഹു പറഞ്ഞത് പ്രകാരം, എന്റെ പടച്ച റബ്ബ് കൽപ്പിച്ചത് പ്രകാരം 18 വയസ്സ് വരെ എന്റെ കളിമുറ്റത്ത് വളർന്ന എന്റെ പൊന്നുമോള് വൈകുന്നേരം ഞാൻ വരുമ്പോ എന്റെ മടിയിലെ മിഠായി പൊതി കാത്തിട്ട് ഓടി വന്ന് ഉപ്പാന്ന് പറഞ്ഞിട്ട് മിഠായി കൊടുക്കുമ്പോ കരുത്തിൽ പിടിച്ച് എന്റെ കവിളത്ത് എന്നെ കെട്ടിപ്പിടിച്ചു മുത്തം തന്ന് എന്റെ കൈവിരലിൽ പിടിച്ചു വീട്ടിന്റെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്റെ കൽവിന്റെ രാജകുമാരിയായ എന്റെ പൊന്നുമോള് 18 വയസ്സ് പ്രായമാകുമ്പോ അവളെ വിവാഹം കഴിച്ചിട്ടൊരു പുരുഷന്റെ കയ്യിൽ, അന്യപുരുഷന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഇനി എന്റെ മകൾക്ക് കൊടുക്കാൻ ഭക്ഷണം വീട്ടിൽ ഞാൻ അന്വേഷിച്ചിട്ടല്ല, അവളെ കതിയ ബാധ്യതയായിട്ടല്ല, അവൾക്ക് കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചതിന് ഒരു കാരണമേ ഉള്ളൂ. അലാമാ അമറല്ലാ, അങ്ങനെ ചെയ്യണമെന്ന് എന്റെ രക്ഷിതാവായ റബ്ബ് പറഞ്ഞത് കൊണ്ടാ. അല്ലെങ്കിൽ ഒരു വാപ്പയും ഒരു മകളെ ഇതേവരെ പരിചയമില്ലാത്തൊരു